അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അൽ ഫായിസീന ബിറളില്ലാഹ്. അമ്മാ ബഅദ്. പ്രിയപ്പെട്ടവരെ, ഞാൻ കഴിഞ്ഞ മാസം ജൂലൈ UAE സന്ദർശിച്ചു. UAEയിൽ പ്രത്യേകിച്ച് അലൈനിൽ എൻ്റെ പിതാവ് അത്തിബർ ഉസ്താദിനെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. ഒരുപാട് കാര്യങ്ങൾ അവർക്ക് പറയാനുണ്ടാവും. അത്തിബർ ഉസ്താദ് എന്ന് പറഞ്ഞാൽ അവർക്ക് പിന്നെ 100 നാവാണ്. നാട്ടിലുണ്ട് അങ്ങനെ ഒരുപാട് ആളുകൾ. കൂട്ടത്തിൽ ഞാൻ ദുബായ് അലൈൻ റോട്ടിൽ ഒരു റെസ്റ്റോറൻറ്റ് നടത്തുന്ന ഒരാളുണ്ട്. അദ്ദേഹത്തെ കണ്ടു. അവിടെ ചെന്നപ്പോൾ അദ്ദേഹത്തിന് ഒരുപാട് കാര്യങ്ങൾ, അതെല്ലാം കൂടെ ഞാൻ പറയുന്നില്ല. അദ്ദേഹം കുറച്ചു നേരം ഇങ്ങനെ പറയും, പിന്നൊന്ന് കരയും, വീണ്ടും പറയും, വീണ്ടും കരയും. അപ്പം അദ്ദേഹം പറയാണ് എന്നോട്, ഞാൻ ഇടക്ക് അല്ലെങ്കിൽ സുന്നി യൂത്ത് സെൻ്ററിൻ്റെ ഓഫീസിൽ പോയി ചെല്ലും. എനിക്കൊന്നുമില്ല അത്തിബർ ഉസ്താദിനൊന്നും ഇങ്ങനെ കാണാൻ. അതിങ്ങനെ ആ ചിരിച്ചിരിക്കണ ആ ചിരിയൊന്ന് കാണാൻ വേണ്ടി മാത്രം ഞാൻ പല തവണ അങ്ങോട്ട് പോയിട്ടുണ്ട്. എന്നിട്ട് അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞാൻ ശരിക്ക് അത്തിബർ ഉസ്താദിനെ കണ്ടിട്ടില്ലെങ്കിൽ, നിങ്ങളെ ഉപ്പയെ കണ്ടിട്ടില്ലെങ്കിൽ ഞാനൊരു കച്ചവടക്കാരനായൊരു പോക്കരാജിയാവും, ഒരു കച്ചവടക്കാരൻ മാത്രമാവും. പക്ഷെ ഉപ്പയെ കണ്ടുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ആകെ മാറി മറിഞ്ഞു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞൊരു കാര്യം പ്രധാനപ്പെട്ട്, ഞാൻ ദുഹാ നിസ്കാരം തുടങ്ങിയത് ഉസ്താദിനെ കണ്ടിട്ടാ. ഉസ്താദിനെ ജീവിതത്തിൽ കണ്ട ശേഷമാണ് എനിക്ക് ദുഹാ നിസ്കാരം പതിവാക്കാൻ കഴിഞ്ഞത്. എന്നിട്ട് അദ്ദേഹം പറയാണ്, ഞാൻ നാട്ടിലെത്തിയപ്പോൾ എനിക്ക് ആര്യവൈദ്യശാലയിൽ ഒഴിച്ചിലുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ ഒഴിയാൻ പോയാൽ പിന്നെ കുറേ സമയം പിടിക്കും. അത് എന്നും ഞാൻ ദുഹാ നിസ്കാരം കഴിഞ്ഞ ശേഷമേ ആ ഒഴിച്ചിലിന് കിടക്കാറുള്ളൂ. കാരണം അഥവാ എൻ്റെ ദുഹാ നിസ്കാരം നഷ്ടപ്പെടൂ എന്ന് പേടിച്ചിട്ട്. ഇത് ഒരാളൊരു അനുഭവം എന്നല്ല. ഇത് ദുഹാ നിസ്കാരം പതിവാക്കിയ ഒരുപാട് ആളുകളുണ്ട്. ഈ പറയുന്ന ഞാൻ ശരിക്കും ദുഹാ നിസ്കാരം തുടങ്ങുന്നത് ഉപ്പയിൽ നിന്നാണ്. ശരിക്കും ഞാൻ കിതാബിൽ ഓതി, ഹദീസിൽ കണ്ടു, ഈ ദുഹാ നിസ്കാരത്തിന്റെ പവിത്രതയും ശ്രേഷ്ഠതയും ഒക്കെ നമുക്കറിയാം. പക്ഷേ എന്നാലും അത് ശരിക്കും ഹൃദയത്തിൽ കൊണ്ടിട്ടത് പതിവാക്കിയത് ഇപ്പൊ സത്യത്തിൽ ദുഹാ നിസ്കരിച്ചില്ലെങ്കിൽ എന്തൊക്കെ ഒരു അസ്വസ്ഥയാണ് അത് നിസ്കരിക്കുന്നവരെ. കാരണം വേഗം നിസ്കരിക്കും. എൻ്റെ ഒരു വേറൊരു കൂട്ടുകാരൻ, അവൻ പറഞ്ഞു, സാധാരണക്കാരനാണ്, കിതാബ് ഓതിയ ആളൊന്നുമില്ല, അവനും ഉസ്താദുമായിട്ട് ഇങ്ങനെ നല്ല സഹവാസം ഉണ്ടായ ഒരാളാ. അദ്ദേഹം പറഞ്ഞു, ഞാൻ വീട്ടിൽ എന്നും രാവിലെ കുളി കഴിഞ്ഞ് ഞാൻ എൻ്റെ ജോലിക്കോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ പുറത്തു പോകുമ്പോൾ ആദ്യം ഞാൻ ദുഹാ നിസ്കരിക്കും വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഞാൻ കുളി കഴിഞ്ഞ് വരുമ്പോഴേക്കും എൻ്റെ പേരക്കുട്ടി മുസല്ലട്ടിട്ടുണ്ടാവും. കാരണം എൻ്റെ പേരക്കുട്ടിക്ക് അറിയാം ഞാൻ കുളിച്ചു വന്നാൽ എൻ്റെ കുളി കഴിഞ്ഞാൽ നിസ്കരിക്കണം എന്നുള്ളത്. സത്യത്തിൽ എനിക്ക് അങ്ങനെ ജീവിതത്തിൽ ഒരുപാട് ഗൾഫിലൊക്കെ ഉണ്ടായ ഒരാളാണ്. പക്ഷെ എന്നിട്ട് ഞാൻ അങ്ങനെ നിസ്കരിച്ചിട്ടില്ല. ഫർള് നിസ്കരിക്കും, പക്ഷേ ഈ സുന്നത്ത് നിസ്കാരങ്ങളൊന്നും ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. പ്രത്യേകിച്ച് ദുഹാ നിസ്കാരം. അത് അത്തിബർ ഉസ്താദിന്റെ കൂടെ നടന്നപ്പോൾ അവിടുത്തെ സഹവാസം ഉണ്ടായപ്പോഴാണ് എനിക്ക് ഈ നിസ്കാരത്തെ കുറിച്ച് മനസ്സിലാകുന്നു. പിന്നെ ഞാൻ എന്നും ആ ദുഹാ നിസ്കരിക്കാതെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങൂല. ഇങ്ങനെ ഒരുപാട് ആളുകൾ അത്തിപ്പറ്റയിൽ ഉണ്ടാകുമ്പോൾ ആ പൂമുഖത്ത് രാവിലെ കുറേ ആളുകൾ വരും ഇതുപോലെ ഉസ്താദിനെ കാണാൻ വേണ്ടിയിട്ട്. ഇത് കേൾക്കുന്ന പലരും ആ കൂട്ടത്തിൽ ഉണ്ടായിട്ടുണ്ടാകാം. ഉസ്താദ് അകത്തുനിന്ന് ഈ പൂമുഖത്തേക്ക് വന്നാൽ
ആദ്യം ചോദിക്കുക നിങ്ങൾ ദുഹ നിസ്കരിച്ചു പോകണം. കാരണം ദുഹാന്റെ സമയമാണ്. ദുഹാന്റെ സമയം നമുക്കറിയാലോ, സൂര്യൻ ഉദിച്ച് ഒരു 15 മിനിറ്റ് കഴിഞ്ഞാൽ ദുഹാന്റെ സമയമായി. ഏകദേശം ദുഹുർ വരെ അതിന്റെ സമയമുണ്ട്. ബാങ്ക് കൊടുക്കുന്നതിന്റെ കുറച്ച് മുന്നേ വരെ ഉണ്ട്. അതിന് ഏറ്റവും നല്ല സമയം ഒരു 9:30-10 മണി. ആ സമയത്താണ് ഏറ്റവും ശ്രേഷ്ഠമായത്. ചുരുങ്ങിയത് 2 റക്അത്താണ്, അധികരിച്ചാൽ 8 റക്അത്ത്. സാധാരണഗതിയിൽ മഹാന്മാരൊക്കെ മശായിഖന്മാരൊക്കെ നിസ്കരിക്കാറുള്ളത്, അധിക പേരും നിസ്കരിക്കാറുള്ളത് 4 റക്അത്താണ്. അതിപുരുഷ സാധാരണഗതിയിൽ കാണാറുള്ളത് 4 റക്അത്താണ്. പിന്നെ അത് കഴിഞ്ഞിട്ടും 4 റക്അത്ത് നിസ്കരിച്ച് അങ്ങനെ 8 ആക്കുന്നുണ്ടോ സംശയമുണ്ട്. ഏതായാലും 4 റക്അത്തിൽ കുറയാതെ ഉസ്താദ് നിസ്കരിക്കും. അങ്ങനെ ഭൂമുഖത്തേക്ക് വന്നാല് ആദ്യം ചോദിക്കുക എല്ലാവരും ദുഹാ നിസ്കരിച്ചോണമെന്ന്. കുറച്ചാളുകളൊക്കെ നിസ്കരിച്ചിട്ടുണ്ടാവും, കുറെ ആളുകൾ നിസ്കരിച്ചിട്ടുണ്ടാവില്ല. നിസ്കരിക്കാത്തവരോടൊക്കെ ഇവിടെ ഒളു ചെയ്യാൻ സൗകര്യമുണ്ട്. ഒളു എടുത്ത് വന്ന് എല്ലാവരും ഒരു 2 റക്അത്ത് ദുഹാ നിസ്കരിക്കണം എന്നറിയും. എന്നിട്ട് അവിടെ ആരെങ്കിലും ഉസ്താദുമാരുണ്ടെങ്കിൽ റിയാദുസ് സ്വാലിഹീൻ എന്ന് എടുക്കാൻ പറയും. കിതാബ് ഇമാം നബവി തങ്ങളെ റിയാദുസ് സ്വാലിഹീൻ എടുത്തിട്ട് ആ ദുഹാന്റെ ബാബ് എടുത്തിട്ട് ആ ഹദീസ് ഒന്ന് വായിക്കാൻ പറയും. അപ്പൊ അതിൽ ആ 360 കിണപ്പുകൾക്കും സദക്ക കൊടുക്കണം, പകരം 2 റക്അത്ത് ദുഹാ നിസ്കരിച്ചാൽ മതി എന്നൊക്കെ പറയുന്ന ഹദീസും, അതുപോലെ അതിന്റെ ശ്രേഷ്ഠത പറയുന്ന ഹദീസൊക്കെ പറഞ്ഞ് അത് ആളുകളുടെ കൽബില് അതിപുര ഉസ്താദ് പറയുമ്പോൾ ഒരു പ്രത്യേകം എന്താ വെച്ചാല് അതാ പറയുമ്പോൾ ആളുകളെ കൽബിലാണ് കയറും. ഇത് കൽബെന്ന് പറയുന്നോണ്ടാ, നമ്മൾ പറയും പോലെയല്ല. അപ്പൊ അങ്ങനെ ദുഹാ നിസ്കാരം പതിവാക്കിയ ഒരുപാട് സാധാരണക്കാര് ഇപ്പോഴും അവർ തുടർന്നു കൊണ്ടേയിരിക്കുന്ന ആളുകൾ ഇപ്പോഴും. അത് അല്ലയിലാകുമ്പോഴും അങ്ങനെ തന്നെയാണ്. എല്ലാവരോടും ചോദിക്കും. ഇനി ഒരു രാവിലെ 9-10 മണിക്കൊക്കെ ഒരാളെ കണ്ടാല് അയാളോട് ചോദിക്കും നിങ്ങൾ ദുഹാ നിസ്കരിച്ചോളൂ. അതല്ലെങ്കിൽ കാറിൽ പോകുമ്പോ ആരെയിലൊക്കെ കണ്ടാൽ നിർത്തും. എന്നിട്ട് അയാളോട് ചോദിക്കുന്നത് ദുഹാ നിസ്കരിച്ചോന്ന്. അല്ല നല്ല നല്ല ഭാഷയിൽ ആ ഒരു നല്ല എങ്ങനെയാ ഞാൻ പറയാ, അത്രയും സ്നേഹത്തിലുള്ള ചോദ്യമൊക്കെ. ആ കേൾക്കുന്ന ആള് പിന്നെ ആ നിസ്കാരം പതിവാക്കും. അങ്ങനെ നിസ്കരിച്ച ദുഹാ നിസ്കാരം പതിവാക്കിയ ഒരുപാട് ആളുകളെ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടുണ്ട്. അവരൊക്കെ പറയാറുള്ളത് ഞങ്ങൾ നിസ്കരിച്ചത് ഉസ്താദ് കാരനാണ്. ഈ വീഡിയോ കാണുന്ന നിങ്ങളൊക്കെ അഥവാ ദുഹാ നിസ്കരിക്കുന്നില്ലെങ്കിൽ നിങ്ങളൊക്കെ എന്ത് ചെയ്യണം? 2 റക്അത്തെങ്കിൽ ദുഹാ നിസ്കരിക്കണം. സൂര്യോദിച്ച് ഒരു 15 മിനിറ്റ്. UAE നിസ്കാരത്തിന്റെ കലണ്ടറിലൊക്കെ കാണുന്നത് 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ 15 മിനിറ്റ് കഴിഞ്ഞിട്ട് നിങ്ങൾ 2 റക്അത്ത് നിസ്കരിക്കുക. കഴിയുമെങ്കിൽ ഒരു 4 റക്അത്ത് പതിവാക്കുക, നിസ്കരിക്കുക. എപ്പോഴെങ്കിലും ഒക്കെ ഒരു 8 റക്അത്ത് നിസ്കരിക്കണം. കാരണം നാളെ മഹ്ശറിലെത്തുമ്പോ അല്ലാഹു സുബ്ഹാനഹു വതആല ദുഹാ നിസ്കരിച്ചവരൊക്കെ എവിടെയെന്ന് ചോദിച്ചാല് ആ കൂട്ടത്തിൽ നമ്മൾ ഉണ്ടാകണ്ടേ? ദുഹാ നിസ്കരിച്ചവർ ആരെന്നും മാറി നിൽക്കുക. ദുഹാ നിസ്കരിച്ചവരൊക്കെ എവിടെ നിൽക്കുക എന്ന് പറഞ്ഞാല് നമ്മളാ ദുഹാ നിസ്കരിച്ച കൂട്ടത്തിലുണ്ടാണ്. അതുപോലെ ദുഹാ പരിപൂർണമായി നിസ്കരിച്ചവരെവിടെയെന്ന് ചോദിച്ചാൽ ആ കൂട്ടത്തിലും കൂടണമെങ്കിൽ എന്ത് ചെയ്യണം? എപ്പോഴെങ്കിലും ഒക്കെ ദുഹാ മുഴുവനായിട്ടും നിസ്കരിക്കുക. ഈ 2 റക്അത്തായിട്ടാണ് നിസ്കരിക്കാറുള്ളത്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഈ വീഡിയോ നിങ്ങൾ കണ്ടാൽ ഇന്ന് തന്നെ നിങ്ങൾ ദുഹാ 2 റക്അത്ത് നിസ്കരിക്കണം. മറ്റുള്ളവരോട് പറയുകയും വേണം. ആർക്കെങ്കിലും ഒരാൾക്ക് നിങ്ങൾ ഇത് പറഞ്ഞു കൊടുത്താൽ ഇനി അയാൾ എത്ര കാലം നിസ്കരിക്കുന്നു അതിൻ്റെ ഒരു പ്രതിഫലം അയാൾക്ക് കൊടുക്കുന്നതോടൊപ്പം നമുക്കും കിട്ടും. അതാണ് അതിൻ്റെ. അപ്പൊ നമുക്കും ഒരു വലിയ ഉപകാരപ്പെടും. നമ്മൾ കാരണം ഒരുപാട് ആളുകൾ നന്മകളൊക്കെ ചെയ്യുന്ന, ഇബാദത്തുകളൊക്കെ വർദ്ധിപ്പിക്കുന്ന കൂട്ടത്തിലുണ്ടാകണം. അതിപുര ഉസ്താദിന്റെ ജീവിതം അങ്ങനെയായിരുന്നു. ഓരോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചര്യകളും ആളുകളെ പറഞ്ഞു കൊടുത്ത് അത് പരിശീലിപ്പിച്ച് അങ്ങനെയാണ്
ജീവിതത്തിൽ ഉണ്ടായത്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ദുഹാസ്കാരം എല്ലാവരും പതിവാക്കുക. ദുഹാസ്കാരം നിസ്കരിക്കുന്ന കൂട്ടത്തിൽ നമ്മളൊക്കെ അള്ളാഹു ഉൾപ്പെടുത്തട്ടെ. നാളെ ആ സ്വർഗത്തിൻ്റെ വാതിലിൻ്റെ പേര് തന്നെ അതാണ്. ആ വാതിലൂടെ നമുക്കൊക്കെ പോകാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. അല്ലാഹുമ്മ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.